ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മോൺലൈറ്റ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോൺലൈറ്റ് ഗെയിമിംഗ്. എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടോ മൊമെൻറ്റും എയിമൊക്കെ പക്കിയാക്കിയിട്ട് കളി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ TDMൽ ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ ക്ലാസിക്കിലോട്ട് വരുമ്പോൾ അത്രത്തോളം കളിക്കാൻ പറ്റുന്നില്ല. അതുമല്ലെങ്കിൽ ഞാനൊരു ബിഗിനറാണ്, എനിക്ക് മറ്റുള്ളവരുടെ അത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഗെയിം സെൻസ്. ആരും പ്രോ ആയി ഗെയിമിലോട്ട് വരുന്നില്ല. ഒരുപാട് കളിച്ചുള്ള എക്സ്പീരിയൻസിലൂടെയും മനസ്സിലാക്കലിലൂടെയാണ് കളി ഇമ്പ്രൂവ് ആവുന്നത്. ഗെയിം സെൻസിനെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കളി ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് കളിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗെയിമിൻ്റെ മെക്കാനിസം, പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കൽ, എനിമീസിൻ്റെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും, അതുപോലെ സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ്, ഇതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഈ ഒരു വീഡിയോയിൽ ഒരു 10 ഗെയിം സെൻസ് ടാക്ടിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരാം. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീ ഫയർ ഒരു ഫ്രീ എയിം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിമി വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ആദ്യം തന്നെ ഫയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എയിം സെറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫൈറ്റിൽ നമ്മുടെ ബുള്ളറ്റാണ് ആദ്യം എനിമിക്ക് കണക്റ്റ് ആവാൻ സാധ്യത. ഇത് നമ്മുടെ വിന്നിങ് ചാൻസ് കൂട്ടും. ഇനി നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഈ ഒരു എനിമി ഈ റൂമിലേക്ക് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. സോ ഞാൻ ആദ്യം തന്നെ ADS ഓപ്പൺ ചെയ്ത് എനിമി വരുന്നതിന് മുന്നേ തന്നെ ഫയർ ചെയ്യാൻ തുടങ്ങി. സോ അവനെ അടിക്കാൻ പോലും ഒരു സമയം കിട്ടില്ല, അതിന് മുന്നേ അവനെ നോക്കാക്കാൻ പറ്റി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എനിക്ക് വെസ്റ്റ് പോലില്ല, ഞാൻ ഫ്രീ ഫയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു കില്ല് എനിക്ക് കിട്ടിയത്. ഇനി അടുത്തതാണ് യൂസ് ഓഫ് ത്രോബിൾസ്. നമ്മളെവിടെയെങ്കിലും പുഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ത്രോബിൾസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഒരു ബിൽഡിംഗ് ഒക്കെ ഹോൾഡ് ചെയ്യുകയാണ് എനിമി എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കയറി ചെന്ന് ഫൈറ്റ് എടുക്കുന്നത് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൊളോട്ടോയും ഗ്രനേഡും ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈറ്റ് നമ്മുടെ ഫേവറിലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് നെവർ ഗെറ്റ് പാനിക്. ഒരുപാട് പ്ലേയേഴ്സിൻ്റെ പ്രശ്നമാണ് പാനിക് ആവുക. എനിമീസ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ഫൈറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും പാനിക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ബെസ്റ്റായിട്ട് എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഫുൾ ഫോക്കസ് ആ ഒരു ഫൈറ്റിലായിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനിമിയെ അടിച്ച ശേഷം എനിക്കറിയാം ബാൽക്കണിയിൽ എനിമിയുണ്ട്. സോ ഞാൻ ഹീൽ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു മൊളോട്ടോ ഇട്ട് വെച്ചു. അതുകൊണ്ട് മാത്രമാണ് ഈ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അടുത്ത കാര്യമാണ് പ്രയോറിറ്റൈസിങ് ഫിനിഷേഴ്സ്. കിട്ടിയ നോക്ക് ഫിനിഷ് ആക്കുന്ന തരത്തിൽ നമ്മളെപ്പോഴും നോക്കാവാറുണ്ട്. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എനിമിക്ക് എന്നെ അടിക്കാമായിരുന്നു, അവൻ എൻ്റെ ടീംമേറ്റിനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള ധൃതിയിൽ സ്വയം നോക്കായി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അടുത്ത കാര്യമാണ് റൈറ്റ് സൈഡ് എയിം. നമുക്കറിയാം നമ്മുടെ ഗെയിം റൈറ്റ് സൈഡ് എയിം ബേസ്ഡ് ആണ്. സോ റൈറ്റ് സൈഡ് എയിം പ്രയോറിറ്റൈസ് ചെയ്ത് കളിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എനിമി പുഷ് ചെയ്യുന്ന സമയത്തും അവൻ റൈറ്റ് എയിമാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. സോ അതോടെ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. അടുത്താണ് ലാക്ക് ഓഫ് പ്ലേയിങ് ക്ലാസിക്. നമ്മൾ കുറച്ച് മാത്രമേ ക്ലാസിക് കളിക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്കിന് ശേഷമാണ് ഗെയിമിലോട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ശരിക്കുള്ള നമ്മുടെ സ്കില്ല് നമ്മൾ എടുക്കുന്നത് ക്ലാസിക് മാച്ചിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാസിക് മാച്ച് കളിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ സിറ്റുവേഷൻ ഹാൻഡ്ലിങ്ങും അതുപോലെ ഗെയിം സെൻസൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്താണ് നെവർ പുഷ് ആൻ എനിമി വിത്തൗട്ട് നോയിങ് ദ പൊസിഷൻ. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. പൊസിഷൻ അറിയാണ്ട് ബ്ലൈൻഡായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കാനുള്ള ചാൻസസ് ഏറെക്കുറെ ഉറപ്പാണ്. ഇവിടെ ഒരു എനിമി ഇറങ്ങിയെന്നറിയാം, പക്ഷെ അവൻ്റെ ലൊക്കേഷൻ അറിയില്ലായിരുന്നു. സോ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ അവൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇവിടെ പുഷ് ചെയ്തത്. അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ഞാൻ ഇവിടെ ഓപ്പണിലൂടെ കയറി കഴിഞ്ഞാൽ അവൻ എന്നെ ഈസി ആയിട്ട് അടിക്കാമായിരുന്നു. അടുത്തതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഒരു എനിമി റീകോളായി ഇറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് മെഡ് ഉണ്ടാവില്ല, അതുപോലെ വളരെ കുറച്ച് ബുള്ളറ്റ് മാത്രമേ അവനെ ഫയർ ചെയ്യാനുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരു ബഗ്ഗിലോ കൂപ്പിലൊക്കെയാണ് എനിമി നമ്മളെ പുഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരേ ഉണ്ടാവുള്ളൂ. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ കളിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള നമ്മുടെ കളി ഒരുപാട് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് ഫാൾസ് ഹോപ്പ്. നമ്മളൊരു സ്ഥലത്ത് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്ന പോലെ കാണിക്കുക, അതുപോലെ തിരിച്ച് ഇറങ്ങി വരാം. ഇതിലൂടെ എനിമീസിന് ഡാമേജ് കൊടുക്കാനും അവരുടെ പൊസിഷൻ മനസ്സിലാക്കാനും അതുപോലെ എനിമി അവൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയും ഇതിലുണ്ട്. പോലീസ് സ്റ്റേഷനും അതുപോലെ അപ്പാർട്ട്മെൻറ്റൊക്കെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതാണ് TDM റൂം മാച്ചസ്. നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ കൂടെ TDM മാച്ച് കളിക്കുന്നതിലൂടെ അല്ലെങ്കിൽ റൂം മാച്ചസ് കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കളി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങളൊന്നും കൂടി മനസ്സിലാക്കി കളിക്കാൻ നോക്കുക. See you guys in another video. Bye bye.